ഒരു വിമലാദേവി എന്ന് പറയുന്ന ഒരു ചേച്ചി ചോദിച്ചിട്ടായിരുന്നു ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്ന്. നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ന് കണ്ണൂർ വരെ പോയിട്ട് പട്ടിണി കിടന്നിട്ടാ വന്നത്. കാരണം ഹോട്ടലിൽ കയറണ്ടേ, ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നടന്നിട്ട് ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കണം, കൈ കഴുകാൻ പോകണം, അതെല്ലാം ഭയങ്കര സീനായിരിക്കൂലേ. എന്നെ പിടിച്ചിട്ടെല്ലാം കൊണ്ടുപോകണ്ടേ. ഇല്ലേ പിന്നെ അവിടെ വീൽ ചെയർ ഉണ്ടോന്ന് എനിക്കറിയില്ല. നാണക്കേട് എന്നല്ല, എന്നാലും ഒരു ബുദ്ധിമുട്ടായി തോന്നി. അതുകൊണ്ട് പട്ടിണി കിടന്നിട്ടാ വന്നത്. ഒരു ലൈം ജ്യൂസ് വാങ്ങിക്കുടിച്ച് അങ്ങനെ ഒപ്പിച്ചിട്ട് വേഗം ഓടി വന്നതാണ് പെരിങ്ങോ അമ്മേൻ്റെ അടുത്തേക്ക്. വരുമ്പോഴത്തേക്ക് അമ്മ ചോറാക്കി വെച്ചു. ചിക്കന് വേണ്ടിയിട്ടെല്ലാം അമ്മ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുറുക്കി പിന്നെ ഉള്ളിയും അങ്ങനത്തെ എല്ലാം മുറിച്ചെല്ലാം റെഡിയാക്കി വെച്ചു. എല്ലാം ആക്കി വെച്ചിട്ട് അപ്പം അമ്പോട്ടം വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്നു. കറി കറണ്ടിൻ്റെ ചെറിയൊരു അഭാവം കൊണ്ട് കറിയൊന്നും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടൊക്കെ. അതെ എന്തല്ലേ അമ്മയുണ്ട്, അമ്മ കാട് വരയ്ക്കുന്നു. എന്തെല്ലാം എന്തെല്ലാം മറ്റേ പച്ചക്കറി മെഴുക്കുവരട്ടിയാക്കി, ബീറ്റ്റൂട്ട്, പച്ചപ്പയർ മെഴുക്കുവരട്ടി, വൻപയർ, പിന്നെ ചിക്കനും പുളിശ്ശേരിയും ഇല്ലേ. ഇല്ല, പുളിശ്ശേരി തീർന്നു. പുളിശ്ശേരിയും കറികളാണ്. അങ്ങോട്ട് ഒരു കോള് വന്നിട്ടുണ്ട്. അപ്പം അത്രയും കറികളാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്മ. അപ്പം ഭക്ഷണം കഴിക്കണം, പോകണം. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചാൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ട്. എഴുന്നേക്കണം. ഇപ്പം എനിക്ക് എഴുന്നേക്കണമെങ്കിൽ ഇവരെ സഹായം വേണം. അതേപോലെ ബാത്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കാനും എഴുന്നേക്കാനും എനിക്ക് സഹായം വേണം. ഈ വായിലെ നാവ് മാത്രമേ ഉള്ളൂ, മുട്ടിന് ശേഷി കുറവാണ്.